കായംകുളം നഗരസഭയുടെ 2025-2026 വർഷത്തെ ജെൻഡർ ബജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അവതരിപ്പിച്ചു. ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 10,80 ലക്ഷം രൂപയും പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യം, സേവന മേഖല, സാമൂഹ്യനീതി എന്നിവയ്ക്കായി 12,58 ലക്ഷം രൂപയും, സ്ത്രീ സുരക്ഷ നഗരത്തിനായി 1,92 ലക്ഷം രൂപയും, ലഹരി വിമുക്ത കേന്ദ്രത്തിനായി 10 ലക്ഷം രൂപയും നീക്കിവെച്ചു. കായംകുളം നഗരസഭയുടെ 2025-2026 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ജെൻഡർ ബജറ്റായാണ് ഇക്കുറിയും ബജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 70,40,9,923 രൂപ വരവും 63,16,96,515 രൂപ ചെലവും 7,24,13,408 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത്. കൃഷി അനുബന്ധ മേഖല, വ്യവസായം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങി ഉൽപാദന മേഖലയ്ക്ക് 3,10 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 10,80 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യം, സേവന മേഖല, സാമൂഹ്യനീതി ഇവയ്ക്കായി 12,58 ലക്ഷം രൂപ നീക്കിവെച്ചു. സ്ത്രീ സുരക്ഷാ നഗരത്തിനായി 1,92 ലക്ഷം രൂപയും, പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി 3 കോടി രൂപയും, ഊർജ്ജ സംരക്ഷണത്തിന് 2,55 ലക്ഷം രൂപയും, വിദ്യാഭ്യാസം, ജനക്ഷേമം, കലാകായികം, സംസ്കാരം എന്നീ മേഖലകൾക്ക് 3,75 ലക്ഷം രൂപയും, ലഹരി വിമുക്ത നഗരത്തിനായി 10 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പൊതുഭരണത്തിനായി 3,25 ലക്ഷവും, ദുരന്ത നിവാരണത്തിനായി 5 ലക്ഷവും, നഗരാസൂത്രണത്തിനായി 2,15 ലക്ഷം രൂപയും നീക്കിവെച്ചു. പശ്ചാത്തല മേഖലയ്ക്ക് 10,43 ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ്. പ്രകൃതിയുടെ സംരക്ഷണാർത്ഥം സംസ്ഥാന ഗവൺമെൻറ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ മാലിന്യവിമുക്തമാക്കുന്നതിന് മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഏറെ അഭിമാനത്തോടെയാണ് കായംകുളം നഗരസഭ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ കേരളത്തിലെ തന്നെ മികച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂർത്തിയാക്കാനും ദുർഗന്ധപൂരിതമായിരുന്ന പട്ടണത്തെ മാലിന്യമുക്തമാക്കി പൂച്ചെടികൾ വെച്ച് സൗന്ദര്യവൽക്കരിച്ച് ശുചിത്വ നഗരം സുന്ദര നഗരമാക്കി മാറ്റുവാനും മാലിന്യ സംസ്കരണത്തിനായി നഗരസഭാ പ്രദേശത്ത് 15 തുമ്പോർമൊഴി, 1 റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി, 44 വാർഡുകളിലേക്കുമായി 65 മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, പട്ടണത്തിൽ പ്രധാന കേന്ദ്രങ്ങളിലായി 30 ബോട്ടിൽ ബൂത്ത്, 19 ടിൻ ബിൻ, സ്കൂളുകളിലേക്ക് 14 ബയോഗ്യാസ് പ്ലാന്റ്, ജൈവമാലിന്യ സംസ്കരണത്തിനായി വീടുകൾ തോറും 15,000 ബയോബിന്നുകൾ, മൊബൈൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഹരിതകർമ്മ സേനയ്ക്കായി ഇലക്ട്രിക് വാഹനം, 9 മെറ്റീരിയൽ ക്യാരി ട്രോളികൾ, മാലിന്യ പ്ലാന്റിലേക്ക് എത്തിക്കുന്നതിന് ലോറി, നഗരസഭയ്ക്ക് സ്വന്തമായി JCB, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി IEC ചുവരെഴുത്ത്, പുഴകളുടെയും കനാലുകളുടെയും സംരക്ഷണത്തിനായി ഫെൻസിംഗ് തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കി മാലിന്യ മുക്തം നവകേരളത്തിനായി നഗരസഭ ഒരുങ്ങിക്കഴിഞ്ഞു. നഗരസഭയിലെ 44 വാർഡുകളിലെയും ക്ഷേമ പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ ഭരണസമിതി കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി നഗരസഭയിൽ ഭവന പുനരുദ്ധാരണത്തിനായി NSDP പദ്ധതി പ്രകാരം ലോൺ എടുത്ത 117 ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും KURDFCയുടെയും സഹായത്തോടെ വായ്പ എഴുതിത്തള്ളി ആധാരം തിരിച്ചു നൽകിയത് ഏറെ അഭിമാനകരമായ മുഹൂർത്തമാണ്. അതിദാരിദ്ര്യരുടെ സ്വകാര്യ ബസ് സ്റ്റേഷൻ, ITI കെട്ടിടം, ക്രെമറ്റോറിയം, ആധുനിക അറവുശാല, ആയുർവേദ ആശുപത്രിക്ക് സ്ഥലമെടുപ്പും, പുതിയ കെട്ടിടം, ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം, കല്ലുമൂട് IT പാർക്ക്, ശതാബ്ദി സ്മാരക ഓഡിറ്റോറിയം, മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ്, ഓപ്പൺ ജിംനേഷ്യം, ഇൻഡോർ സ്റ്റേഡിയം, നഗരസഭയ്ക്ക് ഓഫീസ് കെട്ടിടം, ടർഫ് നിർമ്മാണം, വ്യവസായ സ്റ്റാർട്ടപ്പുകൾ, ഗ്രൂപ്പ് ഫാമിംഗ്, നഗര സൗന്ദര്യവൽക്കരണം, അതിദരിദ്രർക്കായി ഭൂമിയും വീടും, മാലിന്യ സംസ്കരണത്തിന് റോഡ് സ്വീപ്പർ മിഷൻ, ഷെഡിംഗ് മിഷൻ, നഗരസഭയുടെ 4 പ്രദേശങ്ങളിൽ ഡയപ്പർ ഇൻസിനറേറ്റർ, തോടുകളുടെയും കനാലുകളുടെയും സംരക്ഷണം, നഗരത്തിലെ വിവിധ റോഡുകളുടെ വീതി കൂട്ടൽ, ഇതിനായി സ്ഥലമെടുപ്പ്, നഗരസഭയ്ക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ തുടങ്ങി ഒട്ടനവധി നഗരവികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ബജറ്റ് തുക നീക്കിവെച്ചിട്ടുണ്ട്. 2024-25 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും 2025-26 വർഷത്തെ മതിപ്പ് ബഡ്ജറ്റും കൗൺസിൽ മുൻപാകെ ഇന്ന് അവതരിപ്പിക്കുകയാണ്. ശതാബ്ദി ആഘോഷത്തിൻ്റെ അവസാന വേളയിൽ കായംകുളം പട്ടണത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി
പുതിയ അനേകം പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും നഗരത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടന്നു വരുന്നത്. നഗരസഭയ്ക്ക് ലഭ്യമാകുന്ന വിവിധ ഗ്രാൻറ്റുകളും തനത് ഫണ്ടും പരമാവധി വിനിയോഗിച്ച് ജനോപകാരപ്രദവും നഗരവികസനത്തിന് ഉതകുന്നതുമായ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പിലാക്കുന്നതിന് നാളിതുവരെ നഗരസഭയ്ക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ലഭ്യമായ പിന്തുണയാണ് സഹായകരമായിട്ടുള്ളത്. CDNet ന്യൂസ് കായംകുളം.